എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. ജഗത്താണ് കൂടെയുള്ളത്. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത്, നമുക്കറിയാം അലാസ്ക ഉച്ചകോടിയിൽ ഏറ്റവും നിർണായകമായ ചർച്ചകൾ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാന പ്രതിസന്ധിയായ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഒരു സമാപനം ഉണ്ടാകുമെന്നടക്കം ഒരു അമിത ആഗ്രഹം നമുക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ 3 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിൽ പോലും അങ്ങനെ ഒരു സൂചന പോലും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാം 10-25 വർഷത്തിന് ശേഷമാണ് റഷ്യയിൽ നിന്നും റഷ്യൻ പ്രസിഡന്റ് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെ അമേരിക്ക സന്ദർശിക്കുന്ന ഒരു സാഹചര്യം. അധികാരത്തിൽ കയറി മണിക്കൂറുകൾക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ ട്രംപിന് മാസങ്ങൾ ഇത്രയുമായിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. അതിനിർണായകം ഒരു ഉച്ചകോടിയിൽ പോലും അതിന് സാധിച്ചില്ല. എന്താണ് ജഗത് അലാസ്ക ഉച്ചകോടിയെ കുറിച്ചുള്ള താങ്കളുടെ വിലയിരുത്തൽ? അലാസ്ക ഉച്ചകോടിക്ക് ശേഷം ട്രംപും പുടിനും നടത്തിയ ഒരു ജോയിന്റ് പത്രസമ്മേളനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ആണ് കണ്ടത്. കാരണം പുടിൻ സംസാരിച്ചത് റഷ്യയിലായിരുന്നു. ലാസ്റ്റ് ഒരു വാചകം മാത്രമേ പുടിൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സി യു അറ്റ് മോസ്കോ എന്ന് മാത്രമേ. അപ്പൊ സി യു അറ്റ് മോസ്കോ എന്ന് പുടിൻ പറഞ്ഞതോടുകൂടി തന്നെ നമുക്ക് മനസ്സിലായി, ഇനി മോസ്കോയിൽ വെച്ച് കണ്ട ശേഷം നമുക്ക് സംസാരിക്കാം, നമുക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കാം എന്നുള്ള രീതിയിൽ. കാരണം ആ ഒരു കൺക്ലൂസീവ് ഡയലോഗിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഈ പ്രശ്നം ഇവിടെ തീർന്നിട്ടില്ല. ദിസ് വാസ് ദ ബിഗിനിങ് ഓഫ് ആൻ എൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. കാരണം ഇത് ഒരു ചർച്ചകളുടെ ഒരു തുടക്കം, അല്ലെ ഒരു ഓപ്പൺ ചർച്ചകളുടെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഇതിനെ നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതിനെക്കാട്ടി അതിന് മുകളിലായിട്ട് ഇതിന് പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള യാതൊരു ഔട്ട്കമും ഈ മീറ്റിംഗിൽ നിന്ന് വന്നിട്ടില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് അലാസ്കയിലേക്ക് പുടിനെ ക്ഷണിച്ചതും പുടിൻ അവിടെ വരാമെന്ന് പറഞ്ഞതും അതൊരു ഇന്റർനാഷണൽ ഐസൊലേഷൻ, പുടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രനാൾ ഒരു ഇന്റർനാഷണൽ ഐസൊലേഷൻ, ഇന്റർനാഷണൽ ബ്ലാക്ക് ഔട്ടിലായിരുന്നു പുടിൻ ഉണ്ടായിരുന്നത്. കാരണം എങ്ങും ഒരു സ്വീകരണം അദ്ദേഹത്തിന് കിട്ടുന്നില്ലായിരുന്നു. അദ്ദേഹം റഷ്യക്ക് പുറത്തേക്ക് പോകുന്നതൊക്കെ നിർത്തിവെച്ചിരുന്നായിരുന്നു. അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു, ഇനി റഷ്യക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയമുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, യൂറോപ്യൻ യൂണിയന്റെ ആ ഇപ്പോഴത്തെ ഉള്ള ഒരു ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരെയും വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു പുടിൻ ഇത്ര നാൾ ഉണ്ടായിരുന്നത്. ആരെയും വിശ്വസിക്കാൻ പുള്ളിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടായിരുന്നില്ല. പിന്നെയെങ്കിലും അദ്ദേഹം കുറച്ചെങ്കിലും അടുത്ത് ഇടപഴകിയിരുന്നത് മോദിയുമായിട്ടും ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് മാത്രമായിരുന്നു. അതൊരു ട്രാൻസാക്ഷണൽ പരമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഇന്ത്യയായിട്ടുള്ള ബന്ധം കുറച്ച് സൗഹൃദപരമായിട്ടുള്ള ബന്ധമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മീറ്റിംഗിന്റെ ഔട്ട്കമ്മിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ഇതൊരു സ്റ്റാർട്ടാണ്. അതായത് ഇതൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. അതായത് ആ ചർച്ചയുടെ പ്രോസസ്സ്, അല്ലെ ഒരു പീസിലേക്കുള്ള പ്രോസസ്സ് കറക്റ്റ് ആയിട്ടുള്ള പാതയിലാണെന്ന് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ആ മീറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. കാരണം വളരെ ബ്രീഫായിരുന്നു മീറ്റിംഗ്. 3 മണിക്കൂറിനുള്ളിൽ തീർന്നു. അതിൽ കൂടുതൽ സമയം മീറ്റിംഗ് നടക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ 3 മണിക്കൂറിനുള്ളിൽ ഇത്രയും വലിയൊരു യുദ്ധത്തിന്റെ പറ്റിയുള്ള ചർച്ചകൾ തീരുക എന്ന് വെച്ചാൽ തന്നെ അതിനർത്ഥം ട്രംപ് പറഞ്ഞ കാര്യങ്ങളിൽ പുടിന് തീരെ താല്പര്യമില്ലായിരിക്കാം. അല്ലെങ്കിൽ ഈ ഇപ്പൊ ഉക്രൈന്റെ ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും അവിടെ ചർച്ചയിൽ വന്നിട്ടില്ലെന്ന് വേണം അനുമാനിക്കാൻ. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അനുസരിച്ച ശേഷം ഇത് വീണ്ടും ഈ ചർച്ച മോസ്കോയിൽ വെച്ച് നടക്കുമെന്നും ആ മോസ്കോയിൽ വെച്ച് കാണാമെന്നും പുടിൻ പറഞ്ഞ സമയത്ത് വളരെ അനുഭാവപൂർവ്വം ഒരു തമാശ രൂപേണ നമുക്ക് കാണാം എന്നുള്ള ഒരു മറുപടിയാണ് ട്രംപ് നൽകിയിട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു മറുപടിയുടെ അനന്തരഫലമായിട്ട് ആയിരിക്കും ഉക്രൈനിന്റെ ഇനിയുള്ള ഭാവി നമുക്ക് വിലയിരുത്താൻ കഴിയും. പക്ഷെ ഇത്ര ആശാവഹമാണോ കാര്യങ്ങൾ? അത്ര ലളിതവുമാണോ കാര്യം? റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്ന പ്രദേശമെങ്കിലും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം എന്നൊരു ശാഠ്യമുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് യുദ്ധം? കാര്യം അത് തിരിച്ചു കൊടുക്കാത്ത പക്ഷം സെലൻസ്കി യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നതും വ്യക്തമാണ്. അങ്ങനെ ആകുമ്പോൾ ജഗത്ത് പറഞ്ഞാൽ അത്ര സിമ്പിളായി ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമോ? ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് കഴിഞ്ഞ 6 മാസമായിട്ട് സംസാരിക്കുകയാണ്. കാരണം ട്രംപിന്റെ ആ ഒരു ആത്മവിശ്വാസവും അതിനെ ബേസ് ചെയ്തിട്ട് യുദ്ധം ഞാൻ 1 മണിക്കൂറിനുള്ളിൽ തീർക്കും, അല്ലെ 1 ദിവസത്തിനുള്ളിൽ തീർക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. പക്ഷെ
അത്ര എളുപ്പമല്ലെന്ന് അദ്ദേഹത്തിന് തന്നെ പിന്നീട് മനസ്സിലാവുകയും അദ്ദേഹം കുറച്ചുകൂടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച ശേഷം ആണ് അദ്ദേഹം ഇത് എങ്ങനെ റിസോൾവ് ചെയ്യാന്നുള്ള അദ്ദേഹം ഇപ്പം ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം അദ്ദേഹത്തിന് ഒരു എനിക്ക് തോന്നുന്നു പുതിയ ഒരു കുറച്ച് ഉപദേശം ആരോ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു പുതിയ സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യയെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത ശേഷം യൂറോപ്പിന്റെ ഒരു ഭാഗമായിട്ട് ചേർത്ത ശേഷം ചൈനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതായിരിക്കും ഇനി ട്രംപിന്റെ ലക്ഷ്യം. കാരണം ഒരു ഡ്യുവൽ വാർ ഒരിക്കലും യുഎസിനെ സംബന്ധിച്ചുള്ള അഫോർഡബിൾ അല്ല. കാരണം റഷ്യ ഇപ്പോ ഹോസ്റ്റൈലായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനയെ നേരിടാൻ യുഎസിന് ഒരിക്കലും പറ്റില്ല. അതിനോടൊപ്പം തന്നെ വളരെ സൗഹാർദ്ദപരമായി പോയിക്കൊണ്ടിരുന്ന മോദിയുമായിട്ടും അദ്ദേഹം പിണങ്ങി. അപ്പം ഇന്ത്യയുമായിട്ട് ഇനി ഒരു നീക്കുപോക്ക് ഉടനെ ഉണ്ടാവത്തില്ല. കാരണം ഒരു ജനറേഷന് മുഴുവൻ ഇനിയിപ്പം വെറുപ്പിച്ചേക്കുകയാണ് ട്രംപ്. അപ്പൊ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എന്ത് നഷ്ടം സഹിച്ചും നമ്മളുടെ ആദർശം ഉയർത്തിപ്പിടിക്കും. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾ അവർക്ക് ചോറില്ലെന്ന് പറഞ്ഞ് അത് അമേരിക്കയിൽ നിന്ന് ചോറ് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാതിരിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട്. കാരണം അത്രത്തോളം ദേശസ്നേഹമുള്ള ഒരു ഞാൻ ആ ജനത ഇന്ത്യയിലുണ്ട്. സ്ഥലത്തിലേക്കാണ് വന്നിരുന്നത്. പ്രധാനമായിട്ടും ഇന്ത്യക്കെതിരെ ഉണ്ടായിരുന്ന ഒരു പ്രതിരോധം അത് റഷ്യയിൽ നിന്നും എണ്ണ മേടിക്കുന്നതും ബന്ധപ്പെട്ടാണ്. അങ്ങനെ മാത്രമല്ല എന്നത് നമുക്ക് ജിയോ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എന്തിനാണ് മോദി ട്രംപും ഉടക്കിയത്, അല്ലെങ്കിൽ ട്രംപ് മോദിയോട് ഉടക്കിയതെന്ന്. ഇനി അങ്ങനെ വരുന്ന ഘട്ടത്തിൽ റഷ്യയുമായ ഒരു സൗഹൃദ സംഭാഷണം ഇടയ്ക്ക് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച അധിക താരിഫ് അടക്കം മാറ്റാനുള്ള ചർച്ചകളിലേക്ക് പോകുന്നതായി സൂചനകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയോടും മെരുങ്ങുകയാണോ ട്രംപ്? അങ്ങനത്തെ സൂചനയൊന്നും ട്രംപ് കൊടുത്തതായിട്ട് ഞാൻ ഒരു മാധ്യമങ്ങളിലും ഇവിടുത്തെ ഞാൻ വായിച്ചിട്ടില്ല. നോർത്ത് അമേരിക്ക അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ അല്ലെ റഷ്യൻ ബേസ് മാധ്യമങ്ങളിലൊന്നും ഞാനത് വായിച്ചിട്ടില്ല. അതിലൊക്കെ ഭ്രമകൽപ്പനകളാണ്. ഈ നമ്മുടെ ഇന്ത്യയിലിരിക്കുന്ന ചില ആൾക്കാർക്കൊക്കെ തോന്നുന്ന ഒരു ഭ്രമകൽപ്പന മാത്രമാണ്. അങ്ങനത്തെ ഉള്ള ഒരു റഷ്യയുമായിട്ടുള്ള മീറ്റിംഗിനിടയ്ക്ക് ഇന്ത്യയുടെ താരിഫ് ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം റഷ്യയുമായിട്ടുള്ള ആ ഒരു ചർച്ചയ്ക്കിടയിൽ ഇന്ത്യ എന്നല്ല വേറെ ഒന്നിനെ പറ്റി അവർ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം വളരെ ഉറപ്പാണ്. കാരണം 3 മണിക്കൂറിൽ അവർ എന്ത് ചർച്ച ചെയ്യും? കാരണം ഒരു യുദ്ധം നിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻ അത് ഫൈനലൈസ് ചെയ്യണം. ചിലപ്പോൾ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ചിലപ്പോൾ ചർച്ച ചെയ്യേണ്ടി വരും എല്ലാവരോടും ഇരുന്ന്. അത്രയും വലിയ പ്രോബ്ലംസ് അവിടെ ഉണ്ട്. കാരണം നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവും. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ ട്രംപിന്റെ സ്ട്രാറ്റജി നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ റെക്കഗ്നൈസ് ചെയ്യുക, റഷ്യയുടെ മിലിറ്ററി ആൻഡ് ഫയർ പവർ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ട്രംപിന്റെ ഏറ്റവും പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. കാരണം റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിനിടയിൽ അവരുടെ പല മിലിറ്ററി ഇൻസ്റ്റലേഷൻസും അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യുഎസിന്റെ തന്നെ പല മിലിറ്ററി ആൻഡ് എക്യുപ്മെന്റ്സ്, ടാങ്കുകളായാലും എയർ ഡിഫൻസ് സിസ്റ്റംസ് ആയാലും എല്ലാം അവരവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ. അപ്പൊ റഷ്യ ഈസ് എ ഫോർമിഡബിൾ പവർ എന്ന് റഷ്യ ഇപ്പം തീരുമാനിച്ച്, അല്ല അവർക്ക് ഒരു യഥാർത്ഥത്തിൽ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞു ഈ വെസ്റ്റേൺ പവേഴ്സിന്. അതുകൊണ്ടാണ് അവർ വിചാരിച്ചത് റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഉക്രൈനെ നമ്മളെല്ലാം കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ റഷ്യ അങ്ങ് പരാജയപ്പെടുത്തി പെട്ടെന്ന് തന്നെ റഷ്യയെ അങ്ങ് ചുരുട്ടിക്കൂട്ടാന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ആൾക്കാർ നിന്നുകൊണ്ടിരുന്നത്. അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് അവരുടെ ചില ഈഗോ ബൂസ്റ്റിംഗ് മോറൽ എക്സിബിഷനിസം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഏറ്റവും ഉദാഹരണമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കീവ് എങ്ങനെങ്കിലും സ്വതന്ത്രമാവണം, കീവ് തിരിച്ചടിക്കണം, കീവ് അതിനെ ഏത് വിധേനയും ഡിഫെൻഡ് ചെയ്യണം, റഷ്യയുടെ പരാജയത്തിൽ കുറഞ്ഞ് നമുക്കൊന്നും ആവശ്യമില്ല, ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ ഞങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ഡയലോഗുകൾ യൂറോപ്യൻ നേതാക്കന്മാർ പലരും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഈഗോ ബൂസ്റ്റിംഗ് ഈ ഒരു സംഭവം പ്രത്യേകിച്ച് ഞങ്ങൾ നന്മയുടെ ഹോൾസെയിൽ ഡീലർ ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഡൗൺ സൈഡ് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ മരിക്കുന്നുണ്ട്. നിങ്ങൾ നന്മയുടെ ഹോൾസെയിൽ ഡീലർ ആവുന്നുണ്ട്. ഇപ്പൊ എത്ര ലക്ഷം ആൾക്കാർ ഉക്രൈനിൽ മരിച്ചു, എത്ര പേര് ഡിസ്പ്ലേസ്ഡ് ആയി, എത്രയോ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം പല രാജ്യത്തേക്കും പലായനം ചെയ്തു. അപ്പോഴൊന്നും നിങ്ങൾക്ക് നന്മയുടെ ഹോൾസെയിൽ ഡീലിംഗ് ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പുടിനെ പരാജയപ്പെടുത്തുക, റഷ്യയെ ഉക്രൈനിൽ നിന്ന് തുരത്തി ഓടിക്കുക, അതിന് നിങ്ങളുടെ ഈഗോ അല്ലെ നിങ്ങളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര പേരെയും വേണമെങ്കിലും കുരുതി കൊടുക്കും. പക്ഷെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ നന്മ കൊണ്ടുവരും, ഞങ്ങൾ ലോകത്ത് സമാധാനം കൊണ്ടുവരും, അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹൗ മെനി ഹ്യൂമൻ ലൈഫ്സ്, അതാണ് ചോദ്യം. അപ്പൊ ആ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു ട്രംപിനും പുടിനും ഏകദേശം ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ നേതാക്കന്മാരൊന്നും ഇതിനകത്ത് ആക്റ്റീവായി ഇൻവോൾവ് ആയിട്ടുള്ളത്. ഒരാൾ പോലും ഇതിൽ അവര് ഇൻവോൾവ് അല്ല. അല്ലെ ഈ ഒരു മീറ്റിംഗ് ഒരു ബൈലാറ്ററൽ മീറ്റിംഗിനെക്കാട്ടിയും അതിനെക്കാട്ടും ഒരു ട്രൈലാറ്ററൽ മീറ്റിംഗ് ആയിട്ട് നടത്തേണ്ടതായിരുന്നു. കാരണം യൂറോപ്പിന്റെയോ ഏതെങ്കിലും ഒരു പ്രതിനിധി വരണമായിരുന്നു ഈ കൂട്ടത്തിൽ. പക്ഷെ അവരാരും വന്നില്ല. അവര് പെർസ്യൂഡ് ചെയ്യുന്നത് ട്രംപിനെയാണ്. അതെന്തുകൊണ്ടാണ് അത് സംഭവിക്കാതെ? അതായത് നമുക്കറിയാം നാറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ സെലൻസ്കിയെ പിന്തുണയ്ക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ റഷ്യയോട് മാത്രമായ ഒരു ചർച്ച വരുമ്പോൾ സ്വാഭാവികമായും
നാറ്റോ സഖ്യ കക്ഷികൾക്ക് ട്രംപ് പറയുന്ന അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കാനുള്ള ബാധ്യതയൊന്നുമില്ല. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഒരു ഒറ്റയാൻ കളിച്ച് നോബൽ അടിക്കുക എന്നൊരു ട്രംപിന്റെ ഗൂഢാലോചന മാത്രമല്ലേ ഉള്ളൂ ഇതിൽ. അല്ല, ട്രംപിന്റെ ഗൂഢാലോചന മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു നമ്മളെ ഒരു 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 തുടർ വിചിന്തനം നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാക്കുന്ന വെച്ചാൽ യൂറോപ്യൻ നേതാക്കന്മാര് അല്ലെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ പാർലമെന്റിന്റെ അതിന്റെ ചുമതലയിലിരിക്കുന്ന ആൾക്കാർ, അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാർ പ്രധാനമായിട്ടും അവർ ശ്രമിക്കുന്ന വെച്ചാൽ ട്രംപിനെ ഈ ഗെയിമിനകത്ത് മുന്നിൽ നിർത്തിയ ശേഷം അവർക്ക് ബാക്കിൽ നിന്നൊരു ഷാഡോ വാർ ഫൈറ്റ് ചെയ്യാന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരു ഷാഡോ പ്രൊജക്ഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം നന്മയുടെ വാഹകരാണ്, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നന്മയാണ്, ഞങ്ങളുടെ സൈഡിൽ മാത്രമേ നന്മയുള്ളൂ, അല്ലെങ്കിൽ പുടിൻ എന്ന് പറയുന്നത് തിന്മയുടെ ഒരു ഇതാണ്. അപ്പൊ ഒരു നന്മ തിന്മയുടെ ഒരു വാർ എന്നുള്ള രീതിയിൽ ഇതിനെ കൊണ്ടുവന്ന ശേഷം ഞങ്ങളെല്ലാം നന്മ മരങ്ങളാണ്, ഞങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് നന്മയ്ക്ക് വേണ്ടിയിട്ട്, അത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് സ്വന്തമായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ച ശേഷം ആൾക്കാർ കുരുതി കൊടുക്കുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ട്രംപിന് ഇത് മനസ്സിലായെങ്കിലും പക്ഷെ അവർ പാർട്ട്നേഴ്സ് ആണ്, അവരെ എടുത്ത് ദൂരെ ഇപ്പം മോദിയെ ഇപ്പൊ ഒരു ദിവസം ട്രംപ് ഡിച്ച് ചെയ്ത പോലെ പെട്ടെന്നൊന്നും അങ്ങനെ യൂറോപ്യൻ യൂണിയന് യുഎസിന് ഡിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സാഹചര്യം നിൽക്കുന്നിടത്തോളം ഇവർ പരസ്പരം സഹായിച്ച് സഹകരണ മുന്നണിയായിട്ട് പോകും. ഇതാണല്ലോ ബെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ, ഒരു കമ്പൈൻഡ് ഫോഴ്സസ് ആണല്ലോ. അപ്പൊ ആ ബെസ്റ്റ് എന്ന് പറയുന്ന കമ്പൈൻഡ് ഫോഴ്സിന്റെ അതിനകത്ത് സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായാലും ഇപ്പം ഇവര് കുറച്ച് മോറലി ലോ ഗ്രൗണ്ടിലാണെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ഈഗോ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതും ട്രംപിന്റെ ഒരു ചുമതലയാണ്. അല്ലെ, ട്രംപിന് ആ ചുമതല ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചുമതലയാണ്. അപ്പം ആ ഒരു പൊസിഷനിൽ നിൽക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പീസ് ഡീലുകൾ അത് ഇനിഷ്യേറ്റ് ചെയ്യുക, അല്ലെ ഫോർമൽ ടോക്കുകൾ ഇനിഷ്യേറ്റ് ചെയ്യുക. ഇതിനു മുന്നേ ഇതുപോലത്തെ ഉള്ള ഒരു ഫോർമൽ കൈകൊടുത്ത ഒരു മീറ്റിംഗ് ഒന്നും നടന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കൈകൊടുത്ത ഒരു മീറ്റിംഗ് നടത്തിയ ശേഷം ഇതിന്റെ തുടർ അടുത്ത സ്റ്റെപ്പ്, അതായത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ദിസ് ഈസ് എ പ്രോസസ്. ഇത് ജസ്റ്റ് തുടങ്ങി വെക്കുന്ന മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഇനി അതിന്റെ ഔട്ട്കംസ് വരാൻ സമയമെടുക്കും. അത് നമുക്ക് വെയിറ്റ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും അതിന്റെ ഔട്ട്കംസ് എന്നുള്ളത്. അത് നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. അങ്ങനെ ട്രംപിലൂടെ തന്നെ യുദ്ധം അവസാനിക്കുമെന്നാണ് ജഗത് പറയുന്നത്. ട്രംപിലൂടെ തന്നെ യുദ്ധം അവസാനിപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു എനിക്ക് കൃത്യമായിട്ട് എനിക്കൊരു ഉത്തരവില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു അനുമാനത്തിൽ ഇതൊരു പ്രോസസ്സിന്റെ സ്റ്റാർട്ടാണെന്ന് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. പക്ഷെ ഇത് എത്ര ലോങ് ആയിരിക്കും ഈ പ്രോസസ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സാഹചര്യം. അങ്ങനെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വിഡ്ഢിയായി പോകും. കാരണം ഈ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് നമ്മുടെ ഒരു യുക്രൈൻ യുദ്ധം നടന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഒരു 10 ദിവസത്തിനുള്ളിൽ യുദ്ധം തീരും എന്നാണ് ഞാനന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് 10 ദിവസത്തിനുള്ളിലും തീർന്നില്ല, 15 ദിവസത്തിനുള്ളിലും തീർന്നില്ല, 6 മാസം കഴിഞ്ഞും തീർന്നില്ല. കാരണം എനിക്ക് പറ്റിയ വീഴ്ചകൾ ഞാൻ തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു ചുമതല എനിക്കുണ്ടല്ലോ. അപ്പൊ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതും ചിലപ്പോൾ ഒരു മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു സ്ട്രീമിംഗ് നോളജ് സ്ട്രീമിംഗ് ആയിരിക്കും ചിലപ്പോൾ ഞാൻ അന്ന് എടുത്ത ഡീറ്റെയിൽസ് എല്ലാം വന്നത്. പക്ഷെ അത് കുറച്ചുകൂടെ അതിന്റെ ഡെപ്ത് വേറെ രീതിയിലാണെന്നുള്ളത് നമ്മൾ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് നടത്തുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. നമ്മൾ കൂടുതൽ വിശകലനം നടത്തുമ്പോഴത്തേക്ക് അതിന് വേറൊരു ഫേസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് ഞാനിപ്പം ഇന്നത്തെ ആ ഒരു ചർച്ചയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഇതൊരു മൾട്ടി ഫെസറ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിന്റെ തുടക്കമാണ് ഇന്ന് കുറിച്ചത്. ഇപ്പം ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് റഷ്യ. ഇത് ചൈനയും ഇതിനകത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഞാൻ പറഞ്ഞില്ലേ, റഷ്യ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന ശേഷം ജിയോ പൊളിറ്റിക്കലി യുഎസിന് ഇനി ചൈനയുടെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ റഷ്യ ഇങ്ങനെ ഒരു റോഗ് സ്റ്റാറ്റസ് നിൽക്കുന്ന സമയത്ത് ചൈനയുടെ പുറത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ യുഎസിന് പറ്റില്ല. കാരണം അത് യൂറോപ്പിൽ സമാധാനം വന്നാൽ മാത്രമേ യുഎസിന് സമാധാനം കൊണ്ടുവരൂ. ജയശങ്കർ പറഞ്ഞത് ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്, യൂറോപ്സ് പ്രോബ്ലംസ് ആർ വേൾഡ്സ് പ്രോബ്ലം, ബട്ട് വേൾഡ്സ് പ്രോബ്ലംസ് ആർ നോട്ട് യൂറോപ്സ് പ്രോബ്ലം. യൂറോപ്പ് എന്നൊരു പ്രോബ്ലത്തിലാണ്, അതുകൊണ്ട് അത് വേൾഡിന്റെ പ്രോബ്ലം ആയിട്ട് ട്രംപ് എടുത്ത ശേഷം അതിനെ അഡ്രസ് ചെയ്യാനുള്ള ലക്ഷ്യമാണ്. അപ്പൊ യൂറോപ്പിലെ പ്രോബ്ലംസ് എല്ലാം തീർന്ന ശേഷം അവർ വടിയും കൊണ്ട് ഏഷ്യയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ചൈനയ്ക്ക് തല്ല് കിട്ടും, അല്ലെ ചൈനയെ ഡിസിപ്ലിൻ പഠിക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പം ഓൾറെഡി റഷ്യയുമായിട്ട് ഇത്രയും ഒരു പ്രോബ്ലം നിൽക്കുന്ന സമയത്ത് ചൈന ഡിസിപ്ലിൻ ചെയ്യുന്നത് ബുദ്ധിപരമായിട്ടുള്ള നീക്കമല്ലെന്ന് ട്രംപിന് അറിയാം. അതുകൊണ്ട് റഷ്യ സെറ്റിൽ ചെയ്യുക, അതിനുവേണ്ടി കുറച്ചൊക്കെ വിട്ടുകൊടുക്കാൻ ട്രംപ് തയ്യാറാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ട്രംപ് തയ്യാറാണ്, പ്രാഗ്മാറ്റിക് കുറച്ചുകൂടെ തയ്യാറാണ്. പക്ഷേ യൂറോപ്പിന്റെ പാർലമെന്റിൽ ഇരിക്കുന്ന അവിടുത്തെ നേതാക്കന്മാർക്ക്, അല്ലെ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ നേതാക്കന്മാർക്ക്, പ്രസിഡന്റുമാർക്ക്, അല്ലെ പ്രൈം മിനിസ്റ്റർമാർക്ക് ഇതിനകത്ത് അവരുടെ ഈഗോ കളഞ്ഞിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക്
ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആരും ഉടനെ ഒന്നും ആരും വിജയിക്കാൻ പോകുന്നില്ല. ഇതിനകത്തെല്ലാം ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഓഫ് ഓൾ യൂറോപ്യൻ ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ റിയാലിറ്റി അക്നോളജ് ചെയ്യുക. എത്ര ഒത്തിരി ആൾക്കാരെ ഇന്ന് കുരുതി കൊടുത്തിട്ട് ഇനി ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അവർ ഞാൻ പറഞ്ഞില്ല, കീവ് മസ്റ്റ് വിൻ ഓൺ ബാറ്റിൽ ഫീൽഡ് എന്നാണ് അവരുടെ ഒരു പോളിസി. എത്ര പേരെ കൊന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് റഷ്യയെ തോപ്പിക്കുന്നത്? റഷ്യ മുഴുവൻ പിടിച്ചടക്കി യൂറോപ്പിനകത്ത് ചേർക്കും, അല്ലെ യുക്രൈൻ മുഴുവൻ റഷ്യ ആക്കും. അപ്പൊ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പൊ അവർക്ക് ഒരു റിയാലിറ്റി അക്നോളജ് ചെയ്യുക. അത് പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇവരുടെ ഈ ഈഗോ ബൂസ്റ്റിംഗ് മോറൽ എക്സിബിഷൻ എന്നുള്ള സാധനം അത് സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ആണ്. അത് അവസാനം എല്ലാവരുടെയും നാശത്തിനകത്തായിരിക്കും എത്തുന്നത്. നിങ്ങൾക്ക് ഈഗോ ഉണ്ട്, നിങ്ങൾക്ക് മോറൽ വാല്യൂസ് ഉണ്ടെന്ന് നിങ്ങൾ ലോകത്തെ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല, പകരം കുറച്ചുകൂടെ റിയാലിറ്റിയെ ഫേസ് ചെയ്ത ശേഷം അതിനുള്ള ഇത് കൊണ്ടുവരിക. പിന്നീട് എക്കണോമിക് ആയിട്ടുള്ള ഇമ്പാക്ട്സ് നോക്കുക, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കുക. നിങ്ങളെ യുദ്ധത്തിന് വേണ്ടി എത്ര പൈസ നിങ്ങൾ ചെലവാക്കും, അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്? യുദ്ധം തുടങ്ങി റഷ്യയുടെ ഓയിൽ നിങ്ങൾ സാങ്ഷൻ ചെയ്തു, അല്ലെ റഷ്യയുടെ ഗ്യാസ് സാങ്ഷൻ ചെയ്തു, അതിനുശേഷം കൂടിയ വിലയ്ക്ക് US നിന്ന് ഗ്യാസ് വാങ്ങിക്കുന്നു, അല്ലെ മറ്റുള്ള സ്ഥലത്ത് നിന്ന് ഗ്യാസ് വാങ്ങിക്കുന്നു. അപ്പൊ ആ ഗ്യാസിന്റെ വിപണി മൂല്യം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യക്കാരോട് റഷ്യ ഇന്ന് പെട്രോൾ വാങ്ങിക്കാൻ പറഞ്ഞത്. അപ്പം ഒരു ഡിമാൻഡ്, ഒരു മാർക്കറ്റിൽ ഒരു സാധനത്തിന് ഡിമാൻഡ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പോയിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ റഷ്യ മാത്രം അവിടെ സാധനം വിൽക്കാതിരിക്കുന്നു, എല്ലാവരും US സാങ്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇത് വാങ്ങിക്കുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എണ്ണയ്ക്ക് വില കൂടുമ്പോഴത്തേക്ക് യൂറോപ്യൻസിന് വില കൂടും. അത് വില കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യ എടുത്ത് റഷ്യ എടുത്ത് വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിന് മാർക്കറ്റിലൊരു കോസ്റ്റിന്റെ ഒരു കൺട്രോളിന് വേണ്ടിയിട്ടാണ് അവർ അന്ന് ഇത് ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പോലും ഈ യുദ്ധത്തിന്റെ ആ ഒരു കെടുതികള് അത് കഴിഞ്ഞ് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ എന്താണെന്നുള്ളതിനെ പറ്റി ഇപ്പോഴും അവർക്ക് ആർക്കും ഒരു ചിന്തയില്ല. ഇവർക്ക് യുദ്ധം തീർക്കണം, യുദ്ധം ജയിക്കണം. യുദ്ധം ജയിച്ച ശേഷം പിന്നെ എന്ത് ചെയ്യും? അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, മാർഷൽ പ്ലാൻ എന്നുള്ള പ്ലാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം 1948 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടു കൂടി US ഒരു ഫോറിൻ എയ്ഡ് ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 13-14 ബില്യൺ ഡോളറിന്റെ ഫണ്ട് യൂറോപ്പ് പുനർനിർമ്മിക്കാൻ കൊടുത്തിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള ഒരു ഫണ്ട് യുക്രൈന് കൊടുക്കുക, യുക്രൈൻ പുനർനിർമ്മിക്കുക, അങ്ങനെ യുക്രൈനിന്റെ ഒരു വെൽബീയിങ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അവർക്ക് നമ്മൾ ഈ കോസ്റ്റ് അനാലിസിസ് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നുള്ളൂ. പിന്നെ ഒരു ഇൻസെന്റീവ് ബേസ്ഡ് സൊല്യൂഷൻ നമുക്ക് കൊണ്ടുവരണം. കാരണം റഷ്യ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങണം. കാരണം റഷ്യ നിർത്തിയാൽ മാത്രമേ യുദ്ധം തീരത്തുള്ളൂ. കാരണം സീസ് ഫയറിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോക്കും നടന്നിട്ടില്ലെന്ന് നമുക്ക് വ്യക്തമായിട്ടുണ്ട് ഇപ്പൊ ട്രംപും പുടിനും മീറ്റ് ചെയ്ത്. അപ്പൊ സീസ് ഫയറിന് വേണ്ടിയിട്ട് റഷ്യ ബെനിഫിറ്റ് ചെയ്യാന്ന് വെച്ചാൽ റഷ്യയുടെ പുറത്തുള്ള കുറെ സാങ്ഷൻസ് ഒക്കെ ഫേസ്ഡ് ഔട്ട് ആയിട്ട് അത് എടുത്ത് മാറ്റുക. ഇപ്പൊ റഷ്യ ഇപ്പം ഹെവി സാങ്ഷൻഡ് ആണ് വെസ്റ്റിന്റെ. അപ്പൊ ആ സാങ്ഷൻസ് എടുത്ത് മാറ്റുക, റഷ്യയുടെ പ്രൊഡക്ട്സിനും റഷ്യയുടെ കമ്മോഡിറ്റീസിനും ഒക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവർ പൊതുവെ ഒരു ഫുട് പ്രിന്റ് ഇല്ല എങ്കിൽ പോലും അവർക്ക് കുറച്ചുകൂടെ ഒരു സ്വീകാര്യത കൊടുക്കുക. അപ്പം അതുപോലെ തന്നെ യുക്രൈന് ഇപ്പം ഈ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞ് നിൽക്കാതെ അവർക്കും എന്തെങ്കിലും ഒരു ഇൻസെന്റീവ്സ് കൊടുക്കുക. അപ്പൊ ഒരു ഗ്യാരണ്ടി ആയിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ഒരു അംഗത്വം കൊടുക്കുക. ബട്ട് സെയിം സൈഡ് അവർ നാറ്റോയിൽ എടുക്കത്തില്ലെന്ന് വേണേൽ പറയാം. കാരണം നാറ്റോയിൽ യുക്രൈൻ എടുക്കുന്നതാണ് റഷ്യയുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ രണ്ടുപേർക്കും ഒരു യുക്രൈൻ യൂറോപ്യൻ യൂണിയൻ പോവും, ബട്ട് നാറ്റോയിൽ എടുക്കാതിരിക്കുക. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു പൊസിഷൻ വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, എനർജി എന്നുള്ള ഒരു വലിയ ഒരു പ്രശ്നമാണ്. അപ്പൊ എനർജി, അതായത് റഷ്യൻ എനർജി യൂറോപ്പിലേക്ക് തിരിച്ചു വരിക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നു, ഇതൊരു മൾട്ടി ഫസറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇതിന് പോസിബിലിറ്റി ഉള്ളൂ. അപ്പം അത് ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ ഈ യുദ്ധത്തിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെ ഐഡന്റിഫൈ ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. അതായത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ യൂറോപ്യൻ പാർലമെന്റിലെ ആൾക്കാരൊക്കെ അല്ല, അവരുടെ ഈഗോ ആണ് അവർക്ക് മെയിൻ സംഭവം. ഈഗോ അവർ ബൂസ്റ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ യുദ്ധത്തിനെ അവരാണ് ഫണ്ട് ചെയ്യുന്നത്, അവരാണ് ആയുധ വ്യാപാരികൾക്ക് വേണ്ടിയിട്ട് അല്ലെ ആ ലോബിസ്റ്റുകളുടെ വാക്ക് കേട്ട് യുദ്ധം നിർത്താതെ ഇരിക്കുന്നത്. കാരണം യുദ്ധം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. എസ്പെഷ്യലി ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ ആ ഒരു കോംപ്ലക്സിനെ സംബന്ധിച്ചത് ഇതൊരു ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് ആണ് യുദ്ധം. അവിടെ അയക്കുന്ന ഓരോ റോക്കറ്റിനും, അവിടെ പെട്ടുന്ന ഓരോ ബോംബിനും, ഓരോ മൈനിനും അതിന് വിലയുള്ളതാണ്. അതൊന്നും വെറുതെ കിട്ടുന്നതല്ല ഈ സാധനങ്ങൾ. അതിപ്പോ യൂറോപ്പ് യുക്രൈൻ കൊടുത്ത് യുക്രൈൻ ഇട്ട് പൊട്ടിക്കുന്നതാണെങ്കിലും നേരെ മറിച്ച് റഷ്യ ഉണ്ടാക്കി അവിടെ ഇട്ട് പൊട്ടിക്കുന്നതാണെങ്കിൽ എല്ലാ സാധനവും എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള വെപ്പൺസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ വെപ്പൺ മാനുഫാക്ചേഴ്സിന്റെ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോബിയിസ്റ്റുകളുടെയും താല്പര്യത്തിന് വഴങ്ങിയിട്ട് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ബ്യൂറോക്രാറ്റിക് സിസ്റ്റം, യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന അവരുടെ പാർലമെന്റ്, ദാറ്റ് ഈസ് നോട്ട് ആൻ എലക്ടഡ് പാർലമെന്റ്, അതൊന്നും ജനാധിപത്യ രീതിയിൽ വർക്ക് ചെയ്യുന്നതല്ല. അത് കുറച്ച്
നമ്മുടെ നാട്ടിലെ ഒരു IAS കേഡറിലെ ഉദ്യോഗസ്ഥന്മാരിരിക്കുന്ന പോലെ എന്തൊക്കെയോ രീതിയിൽ. പിന്നെ നമ്മുടെ നാട്ടിലെ IAS എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം എഴുതിയിട്ട് വരുന്ന ആൾക്കാരാണെന്ന് പറയാം, UPSCയുടെ എക്സാം ക്ലിയർ ചെയ്തിട്ട് വരുന്നവരാണെന്ന് പറയാം. അതുപോലും യോഗ്യതയില്ലാത്ത പല ആൾക്കാരും ഞാനൊരു വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ യൂറോപ്യൻ പാർലമെന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി അതിനകത്തോട് ബാക്ക് ഡോർ എൻട്രി കയറി ഇരിക്കുന്നവരാണ് ഇപ്പോഴത്തെ അവിടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഫണ്ട് ചെയ്ത് സ്പോൺസർ ചെയ്ത് വിടുന്നതൊക്കെ ഈ യുദ്ധ ലോബിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പൊ അവരുടെ ഈ ഇങ്ങനത്തുള്ള ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുക. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പ്രധാനപ്പെട്ട ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഒരു സൈക്കോളജിക്കൽ ഓഡിറ്റ് നടത്തണം. ഇവർക്കൊക്കെ ശരിക്കും സെയിനിറ്റി ഉണ്ടോ, ഇൻസെയിൻ അല്ല അതിൽ സെയിൻ ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു ശരിക്കും സൈക്കോളജിക്കൽ ഓഡിറ്റ് നടത്തേണ്ടി വരും. ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഞാനിത് പറയുമ്പോൾ അപ്സൈഡ് ആണെന്ന് തോന്നിയാലും പക്ഷെ ഇതൊക്കെ ചെയ്ത് ഇതൊരു മൾട്ടി ഫെസറ്റഡ് അപ്രോച്ചിൽ കൂടെ മാത്രമേ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് എന്ന് തീരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ദിസ് ഈസ് ഒരു ബിഗിനിങ് ഓഫ് ദ എൻഡ് എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഓക്കെ ഓക്കെ, വെരി വെരി ക്ലിയർ. ജഗത്, എന്തായാലും ഇതൊരു പ്രോസസ് ആണെന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്. കാര്യം ചർച്ചകളിൽ ഒറ്റ ദിവസം കൊണ്ട് നാളെ യുദ്ധം തീർന്നേക്കാം എന്ന് പറയുന്ന ഘട്ടത്തിലല്ലല്ലോ. ഒരുപാട് കൺസേൺസ് ഉണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. തുടക്കമാവട്ടെ ചർച്ചകൾക്ക്. എന്തായാലും ഒരുപാട് നന്ദി ജഗത് മറന്നാടിനോട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.